സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നു. ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയും കുറഞ്ഞു. ആഗോളതലത്തിൽ US ഡോളർ ശക്തി പ്രാപിച്ചതും ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനവുമാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 14,320 രൂപയും പവന് 600 രൂപ കുറഞ്ഞ് 1,14,560 രൂപയുമായി. ശനിയാഴ്ചയും പവന് 440 രൂപ കുറഞ്ഞിരുന്നു. 18 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 11,765 രൂപയും 14 കാരറ്റ് ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 9,165 രൂപയുമായിട്ടുണ്ട്. 9 കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 5,910 രൂപയായി. 285 രൂപയാണ് 1 ഗ്രാം വെള്ളിയുടെ വില. ആഗോളതലത്തിൽ US ഡോളർ ശക്തി പ്രാപിച്ചതും ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനവുമാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. അതോടൊപ്പം US ഇറാൻ വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങളും നിക്ഷേപകരെ സ്വാധീനിക്കുന്ന ഘടകമാണ്. വരും ദിവസങ്ങളിൽ പുറത്തുവരാനിരിക്കുന്ന അമേരിക്കൻ തൊഴിൽ വിപണി റിപ്പോർട്ടുകളും സ്വർണ്ണത്തിന്റെ വിലയിൽ നിർണായകമാകും. അന്താരാഷ്ട്ര വിപണിയിൽ പുതിയ വാരത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്വർണ്ണവിലയിൽ ചെറിയ രീതിയിലുള്ള തിരുത്തലുകൾ ദൃശ്യമാകുന്നുണ്ട്. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ഔൺസിന് $4,520 എന്ന നിരക്കിലാണ് വ്യാപാരം തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഉയർന്ന നിരക്കിൽ നിന്നും നേരിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിനുള്ള ഡിമാൻഡ് വിപണിയിൽ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ഇന്നൊരു പവൻ ആഭരണമായി വാങ്ങണമെങ്കിൽ കുറഞ്ഞത് 5% പണിക്കൂലി, സ്വർണ്ണത്തിനും പണിക്കൂലിക്ക് 3% നികുതി, 45 രൂപ ഹോൾമാർക്ക് ചാർജ്, അതിന് 18% നികുതി എന്നിവയും ചേർത്ത് 1,24,064 രൂപയെങ്കിലും നൽകേണ്ടി വരും. എന്നാൽ ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിലും വ്യത്യാസമുണ്ടാകും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.